വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. ഇന്ന് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി ചെയ്താലോ? ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? കുട്ടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമല്ലേ? എപ്പോഴും ഒരേ ടൈപ്പിലുള്ള ചിക്കൻ കറി വെക്കുന്നതിന് പകരം ഇത്തിരി മാറ്റി പിടിക്കണ്ടേ നമുക്ക്? ഇന്നിപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ചെയ്താലോ? വളരെ സിമ്പിളാണ് കേട്ടോ, ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഈ പെപ്പർ ചിക്കനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറിനും വേണ്ടതിലെടുക്കാം, ചപ്പാത്തിക്ക് എടുക്കാം, പിന്നെ ഇടിയപ്പത്തിന് എടുക്കാം. ഇങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു നല്ല സൈഡ് ഡിഷാണ് പെപ്പർ ചിക്കൻ. അപ്പോൾ എങ്ങനെയാണ് ഈ പെപ്പർ ചിക്കൻ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ എന്ന് പറയും, നാടൻ രീതിയിൽ. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. അത് നന്നായി ഉപ്പൊക്കെ പുരട്ടി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണുള്ളത്. ഇനി ഒരു മാരിനേഷനാണ് ഇതിന് ആവശ്യം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അത് ചേർക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീടായി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസും ഇപ്പം ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസും കൂടി നന്നായി കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 30-40 മിനിറ്റോളം ഇത് അടച്ചങ്ങോട്ടേക്ക് റെസ്റ്റിന് വിടാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കാം. അപ്പോൾ ഇത് അടച്ചങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായി. ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ഈ കാണുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള, അത് നീളത്തിലാണ് അരിഞ്ഞത്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചതാണ്. 4 പച്ചമുളക് നെടുക കീറിയതാണ്. പിന്നീട് വേണ്ടുന്ന സ്പൈസസ് ആണ് ഇതൊക്കെ. അതിൽ ആദ്യത്തേത് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾ 1.5 ടീസ്പൂൺ എടുത്തോളൂ. നല്ല എരിവ്, കുരുമുളകിൻ്റെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 എടുത്തോളൂ. ഇതിപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തത്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില. പിന്നീട് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായ എണ്ണയും വേണം, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി വേണം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കുക്ക് ചെയ്യാനുള്ള പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. ഇനി ഓയിലൊന്ന് നന്നായി ചൂടാവട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുകയാണ്. പിന്നീട് ഞാൻ അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കട്ടെ. ഇപ്പോൾ ചേർത്ത് കൊടുത്ത സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പിന്നീട് പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഓരോ സ്പൈസസായി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. പിന്നീട് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഗരം മസാല പൊടിയും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ചേർക്കുകയാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ചെറിയ തീയിൽ 20 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഈ പെപ്പർ ചിക്കൻ ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക്
വാങ്ങി വെക്കാം. ഇല്ലാതെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് നമുക്ക് ചിക്കൻ ഈ പെപ്പർ ചിക്കൻ ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചേർക്കുവാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് വേണ്ടത്. അവർ ഡ്രൈ ആയതിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഇത്തിരി ഗ്രേവിയോട് കൂടിയതാണ്. അപ്പോൾ ഇപ്പം ചേർത്ത് കൊടുത്ത ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ആ വെള്ളം ഈ കറിയായി ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്കിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. കൂടാതെ ഇത്തിരി കൂടെ പുളിപ്പ്, ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത്തിരി കൂടി പുളിപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കുക്കാവട്ടെ. മാത്രമല്ല ഒരല്പം കറിവേപ്പില കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം മാരിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിന് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കട്ടെ. ഈ സമയത്ത് വളരെ കുറച്ചൊരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇത്രയും മതി. ഗ്രേവി ഒന്ന് തിക്കാവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യട്ടെ. ഇനി ഞാനിത് ഒരു സർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ല ഈ റെസിപ്പി, കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്, പെപ്പർ ചിക്കൻ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല സിമ്പിളായ ഡിഷസുമായി നിങ്ങളെ കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.